ലോകത്ത് ഇന്ന് 230 കോടി ആളുകൾ ഓരോ ദിവസവും കണ്ണാടി ധരിക്കുന്നു. പക്ഷേ, കണ്ണാടി ആരാണ് ആദ്യം കണ്ടുപിടിച്ചത്? 13ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ജനിച്ച സാൽവീനോ ആർമേറ്റ് എന്നയാളാണ് അതിനു പിന്നിൽ. ചെറുപ്പം മുതൽ പഠനത്തോടും അറിവിനോടും അതിയായ താൽപര്യം. അന്ന് സന്യാസിമാരും പണ്ഡിതന്മാരും പഴയ പുസ്തകങ്ങൾ വായിക്കാൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. കാഴ്ച മങ്ങുന്നവർക്ക് സഹായിക്കാൻ മാർഗമൊന്നുമില്ലാത്ത കാലം. ഒരു ദിവസം സാൽവീനോ ഒരു സാധാരണ കാര്യം ശ്രദ്ധിച്ചു. വെള്ളത്തിൽ വസ്തുക്കൾ നോക്കുമ്പോൾ അവ വലുതായി തോന്നുന്നു. ആ കൗതുകം ഒരു ചോദ്യമായി മാറി, ചോദ്യം പരീക്ഷണമായി, പരീക്ഷണം കണ്ടുപിടുത്തമായി. അങ്ങനെ അദ്ദേഹം കോൺവെക്സ് ലെൻസ് തയ്യാറാക്കി. അതിനെ 2 ഫ്രെയിം കൂട്ടി കണ്ണിനു മുൻപിലൂടെ പിടിക്കാവുന്ന രൂപത്തിലാക്കി. ഇതുതന്നെയാണ് ലോകത്തിന്റെ ആദ്യ കണ്ണാടി. എത്ര സാധാരണമായൊരു കണ്ടുപിടുത്തം പോലെ തോന്നുന്നെങ്കിലും ഇതാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിയത്. ഒരു കുട്ടിക്ക് ആദ്യമായി വാക്കുകൾ വ്യക്തമായി കാണുമ്പോൾ, ഒരാൾ പുസ്തകത്തിലെ അക്ഷരം വീണ്ടും വായിക്കുമ്പോൾ, ആ സന്തോഷങ്ങൾക്ക് പിന്നിൽ സാൽവീനോ ആർമേറ്റിന്റെ കഴിവും കരുതലുമാണ്. 1317 അദ്ദേഹം അന്തരിച്ചു. എന്നാൽ ഇന്നും ഓരോ കണ്ണാടിയിലും അദ്ദേഹത്തിന്റെ വെളിച്ചവും അദ്ദേഹത്തിന്റെ അറിവിനോടുള്ള സ്നേഹവും ജീവിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ വിവരണങ്ങൾ ചാനലിൽ ലഭ്യമാണ്.